DMK പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഓണക്കിറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. DMK പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗവും ഓണക്കിറ്റ് വിതരണവും നടത്തിയത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നുമാണ് DMK സംഘടിപ്പിച്ച ബഹുജന റാലി ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം DMK തെങ്കാശി ജില്ലാ മുൻ സെക്രട്ടറി P. ശിവപത്മനാഥൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ നഗരാட்சியிலே നാം വരവേണ്ടും. இப்பொழுது ஏகദേശம் ஒரு 10-12 போராட்டங்கள் தர்ணாக்கள் நான் வந்து நடத்தியிருக்கிறேன். ஆனால் எந்த ஒரு பிரயோஜனமும் ஏற்பட்டதாக தெரியவில்லை. அவர்கள் மாற மாட்டார்கள். ஆகவே நீங்கள் எல்லாரும் வரக்கூடிய உள்ளாட்சி தேர்தலிலே திராவிட முன்னேற்ற கழகத்திற்கு வாக்களித்தால் மட்டுமே இதில் ஒரு மாற்றம் உண்டாகும். நீங்கள் உள்ளாட்சி தேர்தலிலே வாக்களித்து அங்கே நாங்கள் கவுன்சிலர்களை கொண்டு போய் எங்கள் முதலமைச்சருக்கு முன்பு நிறுத்தினால் நமக்கு வேற ஒரு குணம் உண்டு. தமிழ்நாட்டில் இன்றைக்கு ஒவ்வொரு ரேஷன் கார்டுதாரர்களுக்கும் 1000 ரூபாய், மகளிருக்கு 1000 ரூபாய் கொடுக்கிறார்கள். 31ஆம் தேதி ராத்திரி 12 மணிக்கு முன்பாக அவருடைய அக்கௌண்டில் வந்து விடுகிறது. DMK സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ അധ്യക്ഷത വഹിച്ചു. ദ്രാവിഡ മോഡൽ വികസനം കേരളത്തിലും വരണം എന്ന് ആഗ്രഹിച്ച് ശ്രീ MK സ്റ്റാലിൻ എന്ന അധികായനായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്ഭുതമായിട്ടുള്ള നേതാവിന്റെ ചുവട് പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അന്ന് തെങ്കാശിയിലെ പാർട്ടി ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശിവപത്മനാഥ സാർ ഫോണിൽ മുരുകേശ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സംഘം ചെറുപ്പക്കാർ അവര് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇതാ DMKയിലേക്ക് വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇവരെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവരെ നല്ലതുപോലെ സംരക്ഷിച്ച് നമ്മുടെ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഇവരെ സംഘാടകരാക്കി മാറ്റണം എന്ന് ഫോണിൽ കൂടി ശ്രീ മുരുകേശ് സാറിനോട് പറയുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർക്ക് DMK നേതാവ് ചിറ്റാർ രവിചന്ദ്രൻ ഓണക്കോടികൾ സമ്മാനിച്ചു. കന്യാകുമാരി കുജിത്തറൈ മുനിസിപ്പൽ ചെയർമാൻ പൊൻ ആസൈ തമ്പി, കന്യാകുമാരി കൊല്ലങ്കോട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ റാണി സ്റ്റീഫൻ എന്നിവർ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. S. രജിരാജ്, ശ്യാംലാൽ B, റിനുരാജൻ കിഴക്കേക്കര, ബിജു പനങ്കുന്നേൽ, അജ്മൽ ബിൻ ജമാൽ, അജയകുമാർ, രാമർ ശ്രീനിവാസ്, അജിത്ത് ചെങ്ങമനാട്, സ്റ്റീഫൻ അമ്പനാട്, ജോൺസൺ കൊട്ടാരക്കര, ഷാജി വാളക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.